കേരളം അടുത്ത 5 വർഷം ആരാണ് ഭരിക്കാൻ പോകുന്നതെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഓരോ മലയാളിയും ആകാംക്ഷയോടെ അക്ഷമയോടെ കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിധി അറിയാൻ ഏതാണ്ട് 3 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിൽ ആകെ അവശേഷിക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിൽ ഭദ്രമാണെങ്കിലും ചിലയിടങ്ങളിൽ നിന്ന് വരുന്ന നേരിയ സംശയങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും കേരളത്തിലെ വോട്ടർമാരുടെ പ്രതിബദ്ധതയിലും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയിലും വിശ്വസിക്കുന്ന പൊതുസമൂഹം വലിയൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുമില്ല. മെയ് 4-ന് പുറത്തു വരാൻ പോകുന്ന ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുമോ അതോ നിലവിലുള്ള രീതിയിൽ തന്നെ തുടരുമോ എന്നുള്ള കാര്യത്തിൽ മുന്നണികൾക്കെല്ലാം വ്യക്തമായ കണക്കുകൂട്ടലും ഉണ്ടാകുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്നും 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി ഒരു തരംഗത്തിലൂടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുമാണ് UDFന്റെ ഉറച്ച വിശ്വാസം. പുറമെ 100-ലധികമെന്ന് അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായ കണക്കുകളിൽ 90ഓളം സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളിൽ പതർച്ചയില്ല. പകരം അവർ പറയുന്നത് LDF 3-ാം തവണയും അധികാരം നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് 100-ൽ 100% ഉറപ്പ് തന്നെയാണുള്ളത്. അതേസമയം ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു തൂക്കുസമ വരികയും ഭരണം ആര് നിർണ്ണയിക്കുമെന്ന് തങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുമെന്ന സാഹചര്യം ഉണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ് നിലനിൽക്കുന്നത്. വിവിധ പ്രമുഖ സർവേ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ രാഷ്ട്രീയ കേരളത്തെ ഒന്നടങ്കം ചിന്തിപ്പിക്കുന്നത് കൂടിയാണ്. ജേണോ മിറർ UDFന് 65 മുതൽ 80 സീറ്റുകൾ വരെ നൽകുമ്പോൾ പീപ്പിൾ ഇൻസൈറ്റും ചാണക്യ സ്ട്രാറ്റജീസും ഏകദേശം അതേ നിലവാരത്തിലുള്ള മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. CNN വോട്ട് വൈബ്, പി മാർക്ക്, പീപ്പിൾ പൾസ് തുടങ്ങിയ ഏജൻസികളെല്ലാം തന്നെ 70-ന് മുകളിൽ സീറ്റുകൾ UDFന് നൽകിക്കൊണ്ട് ഭരണമാറ്റത്തിനുള്ള സാധ്യതകളാണ് പങ്കുവെക്കുന്നതെല്ലാം. ഏറ്റവും ഉയർന്ന സീറ്റുകൾ UDFന് നൽകുന്നത് ആക്സിസ് മൈ ഇന്ത്യയാണ്. അവർ 78 മുതൽ 90 സീറ്റുകൾ വരെയാണ് പ്രതിപക്ഷത്തിന് പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് LDFന് മിക്ക പോളുകളിലും 50 മുതൽ 65 സീറ്റുകൾ വരെ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കിൽ LDF 49-ൽ ഒതുങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ്. NDA സംബന്ധിച്ചിടത്തോളം പീപ്പിൾ ഇൻസൈറ്റ് 10 സീറ്റ് മുകളിൽ സാധ്യത കൽപ്പിക്കുമ്പോൾ മറ്റ് പലരും 0 മുതൽ 7 വരെ എന്ന നിലയിലാണ് പ്രവചനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഈ എക്സിറ്റ് പോളുകളെല്ലാം ശരിയാവുകയാണെങ്കിൽ കേരളം വീണ്ടും ഒരു അധികാര കൈമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. വടക്കൻ കേരളത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ 5 സീറ്റുകളിൽ വലിയ പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. നിലവിൽ 3 സീറ്റുകൾ LDFനും 2 സീറ്റുകൾ UDFനുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ UDF നിലനിർത്തുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ ജയിക്കില്ലെന്ന് അവിടുത്തെ UDF സ്ഥാനാർത്ഥി അതീവ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിർണായകമായ മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉദുമയിലാണ്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ വോട്ട് നില അനുസരിച്ച് ഉദുമ ഇത്തവണ കൈവിട്ടു പോകുമെന്ന് LDF ക്യാമ്പുകൾ പോലും ഭയപ്പെടുന്നുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കാസർഗോഡ് ജില്ലയിൽ UDF 3 സീറ്റുകളുടെ മേൽക്കൈ നേടുകയും LDF 2-ലേക്ക് ചുരുങ്ങുകയും ചെയ്യും. കണ്ണൂർ ജില്ലയുടെ കാര്യമെടുത്താൽ 11 സീറ്റുകളിൽ 9-ഉം LDFന്റെ കയ്യിലാണുള്ളത്. ഇരിക്കൂറും പേരാവൂരും മാത്രമാണ് UDFന് അവിടെ ഉണ്ടായിട്ടുള്ളത്. പേരാവൂരിൽ സണ്ണി ജോസഫും KK ശൈലജയും തമ്മിലുള്ള കനത്ത പോരാട്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ വിജയം ആർക്കാണെന്നുള്ളത് പ്രവചനാതീതമായി തന്നെ തുടരുകയുമാണ്. KPCC പ്രസിഡന്റിനെതിരെ പോലും വലിയ ആധിപത്യം ശൈല ടീച്ചർക്ക് ഉണ്ടായേക്കാമെങ്കിലും തളിപ്പറമ്പിൽ PK ശ്യാമള കനത്ത വെല്ലുവിളി നേരിടുന്നു എന്നതും ഇടത് ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നുമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ കൊടുവള്ളിയും വടകരയും നിലവിൽ UDFന്റെ കൈകളിൽ ഭദ്രമാണ്. ഇവ നിലനിർത്തുന്നതോടൊപ്പം തന്നെ മറ്റ് 5 സീറ്റുകൾ കൂടി ഇത്തവണ UDF പക്ഷത്തേക്ക് തിരിയുമെന്നാണ് ഇവിടെ കോൺഗ്രസിന്റെ ഒരുപക്ഷം ആൾക്കാരെല്ലാം കരുതുന്നത്. ഇത് സംഭവിക്കുകയാണെങ്കിൽ ജില്ലയിൽ 7 സീറ്റുകളുമായി UDF വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്യും. വയനാട്ടിൽ 3 സീറ്റുകളിൽ UDFന് 2-ൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിലും അനുകൂല തരംഗമുണ്ടായാൽ 3 സീറ്റും പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചേക്കുകയും ചെയ്യും. എന്നാൽ മലപ്പുറം ജില്ലയാണ് ഇത്തവണ UDFന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. 16 സീറ്റുകളിൽ തവനൂരും പൊന്നാനിയും ഒഴികെ മറ്റെല്ലാം അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. തവനൂരിൽ ഇത്തവണ അട്ടിമറി നടക്കുമെന്ന വിലയിരുത്തലുകൾ ശരിയായാൽ മലപ്പുറം ജില്ല UDF പൂർണ്ണമായും തൂത്തുവാരാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഈ വലിയ മാറ്റങ്ങൾ LDFന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പാലക്കാട് ജില്ലയിലെ നിലവിൽ LDFന് 10 സീറ്റുകളുണ്ട്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്നാണ് പുറത്തു വരുന്ന സൂചനകളെല്ലാം. ചിറ്റൂര്, തൃത്താല, കോങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ UDF പക്ഷത്തേക്ക് ചായുന്നതോടെ ജില്ലയിൽ ഇരു മുന്നണികളും 6 വീതം സീറ്റുകൾ പങ്കിടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെടുകയും ചെയ്യും. NDA വലിയ പ്രതീക്ഷ വയ്ക്കുന്ന പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന മണ്ഡലം UDF തന്നെ നിലനിർത്തുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. അതായത് അവിടെ ശോഭാ സുരേന്ദ്രൻ 8 നിലയിൽ പൊട്ടുമെന്നും രമേശ് പിഷാടി വലിയ തരത്തിൽ വിജയിച്ചു കയറുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ ചാലക്കുടി മാത്രമാണ് UDFന് ലഭിച്ചിരുന്നത്. എന്നാൽ
ഇത്തവണ തൃശ്ശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട, കുന്നംകുളം എന്നിവിടങ്ങളിൽ UDF വിജയപ്രതീക്ഷ പുലർത്തുന്നുമുണ്ട്. ഇത് ശരിയായാൽ തൃശ്ശൂരിൽ LDF-ന് 8 സീറ്റും UDF-ന് 5 സീറ്റും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുകയും മാറ്റിമറിക്കപ്പെടുകയും ചെയ്യും. മധ്യ കേരളത്തിൽ LDF-ന് വലിയ കോട്ടം തട്ടുന്നത് ഇടുക്കിയിലും കോട്ടയത്തുമായിരിക്കുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എറണാകുളം ജില്ല എക്കാലത്തും UDF-ന്റെ ഉരുക്കുകോട്ട തന്നെയാണ്. 14 സീറ്റുകളിൽ 11 അവർ അനായാസം നേടുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ഇടുക്കിയിൽ LDF-ന്റെ 4 സീറ്റുകളിൽ ഉടുമ്പൻചോല ഒഴികെയുള്ളവ നിലനിർത്തുക പ്രയാസകരമായ കാര്യം കൂടിയാണ്. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും കൂടി ലഭിക്കുന്നതോടെ UDF-ന്റെ സീറ്റ് നില 6ലേക്ക് ഉയരുകയും ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ 5 സീറ്റ് LDF നേടിയിരുന്നുവെങ്കിലും ഇത്തവണ ആറന്മുള ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UDF തരംഗം പ്രകടമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ 5 സീറ്റും UDF തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നുമില്ല. ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ UDF-ന് ഒപ്പമുണ്ടായിരുന്നത്. ഇത്തവണ അവിടെ 5 സീറ്റുകൾ വരെ UDF പ്രതീക്ഷിക്കുന്നുമുണ്ട്. കൊല്ലത്തായിക്കോട്ടെ, അവിടെയാണെങ്കിൽ നിലവിലുള്ള 2 സീറ്റുകൾക്ക് പുറമെ 3 സീറ്റുകൾ കൂടി നേടി UDF നില മെച്ചപ്പെടുത്താനും സാധ്യതകളുണ്ട്. ഇനി വരുമ്പോൾ പ്രധാനപ്പെട്ടത് തലസ്ഥാന ജില്ലയാണ്. അവിടെ തിരുവനന്തപുരത്തെ 14 സീറ്റുകളിൽ നിലവിൽ LDF വലിയ ആധിപത്യം പുലർത്തുന്നുണ്ട് എങ്കിലും ഇത്തവണ NDA 2 സീറ്റുകൾ വരെ നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തലസ്ഥാന ജില്ലയിൽ LDF-ഉം UDF-ഉം 6 വീതം സീറ്റുകൾ പങ്കിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ചിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലുടനീളം UDF അനുകൂല ഒരു കാറ്റ് തന്നെ വീശുന്നുണ്ടെന്ന കാര്യം വ്യക്തവുമാണ്. ഒരു വലിയ തരംഗമുണ്ടായാൽ 2001 ഫലം ആവർത്തിക്കപ്പെടുമെന്നും UDF 100 കടക്കുമെന്നും പറയുന്നവരുണ്ട്. എങ്കിലും മിക്കവാറും കണക്കുകൾ UDF-ന് 80 മുതൽ 90 വരെ സീറ്റുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെല്ലാം പ്രവചിച്ചിരിക്കുന്നത്. LDF 58 സീറ്റുകളിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിരിപ്പ് എന്താണ് എന്നറിയാൻ മെയ് 4-ന് പെട്ടിക്കുമ്പോൾ കൃത്യമായി അറിയുകയും ചെയ്യാം. കേരളം ഒന്നടങ്കം ഒരു സുപ്രധാന ദിനത്തിനായി കാത്തിരിക്കുക കൂടിയാണ്. ഈ പ്രവചനങ്ങളെല്ലാം ശരിയാവുകയാണെങ്കിൽ കേരളം രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു വഴിത്തിരിവായി മാറുകയും ചെയ്യും. ഇത് ഓരോ മണ്ഡലത്തിലെയും പ്രാദേശികമായ തർക്കങ്ങളും വികസന മുദ്രാവാക്യങ്ങളും വോട്ടർമാരെ നല്ല രീതിയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായ കാര്യം. പ്രത്യേകിച്ചും ഭരണ തുടർച്ച എന്ന LDF-ന്റെ വാദവും ഭരണമാറ്റം എന്ന UDF-ന്റെ ആവശ്യവും ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് ഇനി എടുത്തു പറഞ്ഞാൽ 2 ദിവസമാണ്. ഇന്ന് 1-ാം തീയതിയാണ്. 2, 3, 4-ാമത്തെ ദിവസം, അതായത് 4-ാം തീയതി കേരളം അറിയാൻ പോകുന്നത് ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും വോട്ടർമാരുടെ പ്രതികരണം UDF-ന് ഗുണകരമാകുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ കിറ്റും പെൻഷനും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയുള്ളത്. NDA-യുടെ കടന്നുകയറ്റം ആരുടെ വോട്ടുകളാണ് ചോർത്തുന്നതെന്നതും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ നിർണായക ഘടകം കൂടിയായിരിക്കും. മെയ് 4-ന് വോട്ടെണ്ണൽ പൂർത്തിയാക്കുമ്പോൾ കേരളത്തിന്റെ പുതിയ നായകൻ ആരാണെന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായി ചിത്രം ലഭിക്കുകയും ചെയ്യും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എപ്പോഴും പ്രവചനാതീതം തന്നെയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണം മാറുന്ന രീതി 2021-ൽ മാറ്റിമറിക്കപ്പെട്ടുവെങ്കിലും ഇത്തവണ ആ പഴയ രീതിയിലേക്ക് ജനങ്ങൾ മടങ്ങിപ്പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. വടക്ക് മുതൽ തെക്ക് വരെ ഓരോ ജില്ലയിലും UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് LDF-ന് വലിയ ആഘാതമായിരിക്കും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് ജനങ്ങൾ നൽകുന്ന മാർക്ക് എന്താണെന്ന് ഈ റിസൾട്ട് വ്യക്തമാക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവിന്റെയും UDF നേതാക്കളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലം കാണുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വോട്ടർമാരുടെ നിശബ്ദ വിപ്ലവം പലപ്പോഴും എക്സിറ്റ് പോളുകളെ പോലും തെറ്റിദ്ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ മെയ് 4-ന് രാവിലെ മുതൽ TV സ്ക്രീനുകളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഓരോ മലയാളിക്കും വരാനിരിക്കുന്നത് ആകാംക്ഷയുടെ നിമിഷങ്ങൾ കൂടിയാണ്. ജനാധിപത്യത്തിന്റെ വിധി എന്ത് തന്നെയായാലും അത് അംഗീകരിക്കാൻ കേരളം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, കൃത്യമായി പറഞ്ഞാൽ ഇന്ന് 1-ാം തീയതിയാണ്. 2, 3 അങ്ങനെ ഏതാണ്ട് 3 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. 4-ാം ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ നാം അറിയുന്നത് കേരളത്തിന്റെ ഭരണം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ഭരണ തുടർച്ചയാണോ അതോ ഇനി വലിയ ഭരണമാറ്റമാണോ ഉണ്ടാകുന്നത് എന്നറിയാൻ ഇനി നമുക്കുള്ളിലുള്ളത് ചില മണിക്കൂറുകൾ മാത്രമാണ്. ആ മണിക്കൂറുകളിലേക്കുള്ള ആകാംക്ഷയിലേക്ക് കേരളം ഇതാ കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എന്താണ് രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നും അറിയാൻ ജനങ്ങൾ കണ്ണും കാതും മിഴികളെല്ലാം തുറന്നു വെച്ച് കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.